പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കേരളത്തിലെ ഏക യുനാനി മെഡിക്കൽ കോളേജായ കോഴിക്കോട് മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകും. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള AP സുന്നി വിഭാഗത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കോളേജ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കാന്തപുരം വിഭാഗത്തെ കൂടെ നിർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് തീരുമാനമെന്നാണ് സൂചന. എയ്ഡഡ് പദവി നൽകുന്നതോടെ അധ്യാപകരുടെ ശമ്പളമടക്കം സർക്കാർ ഏറ്റെടുക്കും. കോഴിക്കോട് മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകുമെന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കേരളത്തിലെ ഏക യുനാനി മെഡിക്കൽ കോളേജാണ് കോഴിക്കോടുള്ള മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ്. ഈ ഒരു കോളേജിനാണ് ഇപ്പോൾ എയ്ഡഡ് പദവി നൽകുന്നത് എന്നൊരു വാർത്ത ലഭിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ഒരു തീരുമാനമായിരിക്കുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള AP സുന്നി വിഭാഗത്തിന്റെ ഉടമസ്ഥതയിലാണ് ഈ ഒരു കോളേജ് നിലനിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഏക യുനാനി മെഡിക്കൽ കോളേജാണിത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു കോളേജ് ഉടമസ്ഥതയിലാണ് ഈ ഒരു കോളേജ് നിലനിൽക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കാന്തപുരം വിഭാഗത്തെ കൂടെ നിർത്താനുള്ളൊരു നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. എയ്ഡഡ് പദവി നൽകുന്നതോടെ അധ്യാപകരുടെ ശമ്പളമടക്കം ഇനി മുതൽ സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും കേരളത്തിലെ ഏക യുനാനി മെഡിക്കൽ കോളേജായ കോഴിക്കോട് മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകുകയാണ്. ഈ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനവുമായിട്ടുണ്ട്. എന്തായാലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു കോളേജിനാണ് ഇപ്പോൾ എയ്ഡഡ് പദവി നൽകുന്നത്. നിയമസഭ തിരഞ്ഞെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു കാന്തപുരം വിഭാഗത്തെ കൂടെ നിർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ ഒരു തീരുമാനം. എന്തായാലും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. എയ്ഡഡ് പദവി നൽകുന്നതോടെ ഇനി മുതൽ അധ്യാപകരുടെ ശമ്പളമടക്കം ഇനി സർക്കാർ ഏറ്റെടുക്കും. അതിവേഗ റെയിൽപാത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശ്രീധരന് ഒരു ചുമതലയും നൽകിയിട്ടില്ലെന്ന് നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ. റെയിൽവേ മന്ത്രാലയത്തിന് നൽകിയ വിവരാവകാശ അപേക്ഷയിലാണ് അതിവേഗ റെയിൽ മന്ത്രാലയം മറുപടി നൽകിയത്. 2023 ജൂൺ മുതൽ 2026 ഫെബ്രുവരി 6 വരെയുള്ള കാലയളവിൽ ശ്രീധരനെ കേരളത്തിലെ ഒരു പദ്ധതിയിലും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് വിവരാവകാശ മറുപടിയിൽ പറയുന്നത്. അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് DPR തയ്യാറാക്കുന്നതിന് കേന്ദ്ര മന്ത്രാലയം ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് കാണിച്ചാണ് ശ്രീധരൻ പൊന്നാനിയിൽ ഓഫീസ് തുറന്നത്. എന്നാൽ ഏതെങ്കിലും പദ്ധതികൾ വിലയിരുത്തുന്നതിനോ ഉപദേശം നൽകുന്നതിനോ ശ്രീധരനെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് റെയിൽവേ മന്ത്രാലയം നൽകിയ മറുപടിയിൽ പറയുന്നത്.